ഭരണവിരുദ്ധ വികാരം എന്ന് നമുക്കിപ്പോൾ അളക്കാൻ തക്കവണ്ണം തന്നെ ഈ റിസൾട്ട് നമ്മുടെ മുന്നിൽ ഉണ്ടോ? ഭരണവിരുദ്ധ വികാരം എന്തുകൊണ്ട് വോട്ട് കിട്ടിയില്ല എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഉത്തരം എന്നുള്ളത് ഞാൻ ഇതിന് മുമ്പ് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. LDF ഒരു മൂന്നാം ഭരണം ഉണ്ടാകുന്നില്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് കേരളത്തിലെ വനം വകുപ്പാണ് എന്നുള്ള കാര്യം ഞാനിത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ഏകദേശം 40% പഞ്ചായത്തുകളിലെ മനുഷ്യരുടെ ജീവിതം ഏകദേശം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിയമമുണ്ട്, അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിലെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു വലിയ പ്രശ്നത്തോട് അങ്ങേയറ്റം ഇൻസെൻസിറ്റീവായിട്ടാണ് LDF പെരുമാറിയത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഒരു വശത്ത് കേരളത്തിൽ ഇതുവരെ ഒരു സർക്കാരും ചെയ്യാത്തതുപോലെയുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ജീവിതത്തിൽ വരുത്തിയ ഗുണപരമായ മാറ്റങ്ങളുടെ ഒരു നിര തന്നെ ഉണ്ട്. അതിൽ ഇൻകമ്പയറബിൾ അത് താരതമ്യങ്ങളില്ലാത്ത വിധത്തിൽ ഈ സർക്കാർ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു കേരളത്തിൽ ജീവിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് യാതൊരു തർക്കവുമില്ല. പക്ഷേ അപ്പോഴും 40% പക്ഷേ എനിക്ക് വളരെ അതിശയകരമായ ഒരു കാര്യം, ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ 60 തെങ്ങുള്ള ഒരു മനുഷ്യൻ കടയിൽ പോയി തേങ്ങ വാങ്ങി ജീവിക്കേണ്ട അവസ്ഥ ഉണ്ട് കേരളത്തിൽ. നമ്മൾ ആലോചിച്ച് നോക്കും, ഇത് കേരളത്തിലെ ഏകദേശം 40% മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. എന്താണ് കേരളത്തിലെ വനം വകുപ്പ് ചെയ്യുന്നത്? ഇതൊന്നും പോരാഞ്ഞിട്ട് അതിൻ്റെ തലയിൽ കൂടെ ഒരു ഫോറസ്റ്റ് അമെൻമെൻറ്റ് ആക്ട് കൊണ്ടുകൊണ്ടുവന്നു. ആ ആക്ട് കൂടെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ സ്വരാജ് ഈ വോട്ട് കൊണ്ട് കിട്ടൂലായിരുന്നു. എനിക്ക് തോന്നുന്നു അവസാന നിമിഷം തീർച്ചയായിട്ടും അവിടെ അൻവറിന് സമാഹരിക്കാൻ കഴിഞ്ഞ വോട്ടുകൾ പ്രധാനമായും ഈ ഒരു പോയിന്റ് വളരെ കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ടാണ് അൻവർ അവിടെ ക്യാമ്പയിനെ നയിച്ചത്. പ്രധാനമായും ആവർത്തിച്ച് അൻവർ ആദ്യഘട്ടം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് വനം വകുപ്പിനെതിരെയാണ്. ആ കാര്യത്തിൽ അൻവറിന് അവിടെ ഇപ്പോൾ അൻവറിൻ്റെ ഒരു വോട്ട് ഷെയർ എടുത്ത് പരിശോധിക്കുമ്പോൾ മലയോര മേഖലയിൽ നിന്ന് അൻവറിന് കിട്ടിയിരിക്കുന്ന വോട്ട് ഷെയർ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് അങ്ങനെ തന്നെ വേണം നമുക്ക് വിലയിരുത്താനും. മറ്റ് രാഷ്ട്രീയ വിഷയങ്ങൾക്കപ്പുറത്ത് അൻവർ മുന്നോട്ട് വെച്ച പ്രചാരണ വിഷയങ്ങൾക്ക് കൂടി അവിടെ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെ വേണം കരുതാൻ.